നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ വ്യവസായ മന്ത്രി പി രാജീവിനെ ഇഡി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചതിന് പിന്നാലെ വലിയ പ്രതിഷേധവുമായി പ്രതിപക്ഷവും ബിജെപിയും രംഗത്ത് വന്നിരിക്കുന്നു. കരിവന്നൂരിൽ പി രാജീവിന് എന്ത് ബന്ധമാണുള്ളതെന്ന് വെളിപ്പെടുത്തണമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കി. എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ വ്യവസായ മന്ത്രി പ്രതികരിക്കാതിരിക്കുന്നത്? നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഓടി നടന്ന വാർത്താ സമ്മേളനം നടത്തിയ ആളാണ് പി രാജീവ്. കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് പി രാജീവിനെ ചോദ്യം ചെയ്യാൻ ഇഡി തീരുമാനിച്ചതിന് പിന്നാലെ മന്ത്രിക്ക് മിണ്ടാട്ടം മുട്ടി. എന്തുകൊണ്ടാണ് പി രാജീവ് നിശബ്ദത പാലിക്കുന്നതെന്നാണ് വി മുരളീധരൻ ചോദിച്ചത്. കഴിഞ്ഞ ദിവസമാണ് പി രാജീവിനെ ചോദ്യം ചെയ്യാൻ ഇഡി തീരുമാനിച്ചത്. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വ്യവസായ മന്ത്രി പി രാജീവിന് ബന്ധമുണ്ടെന്ന ഏറ്റവും നിർണായകമായ കണ്ടെത്തലാണ് ഇഡി നടത്തിയത്. കരിവന്നൂർ ബാങ്കിൽ നിന്നും വ്യാജ ലോണുകൾ, വ്യാജ വായ്പകൾ നൽകാൻ വലിയ സമ്മർദ്ദം പി രാജീവ് ചെലുത്തിയെന്നാണ് ഇപ്പോൾ ഇഡി റിപ്പോർട്ടിലുള്ളത്. കേസിലെ മുഖ്യപ്രതിയായ സുനിൽ കുമാർ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ ഇഡി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇഡിയുടെ റിപ്പോർട്ടിൽ ഇക്കാര്യം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. കരിവന്നൂർ ബാങ്കിൽ നിന്ന് കോടികളുടെ വ്യാജ വായ്പയാണ് പുറത്തേക്ക് ഒഴുകിയത്. അതായത് 100 കോടിയിലധികം രൂപ വായ്പാ ഇനത്തിൽ പുറത്തേക്ക് ഒഴുകി. അത് പ്രധാനമായും ചെന്നുപെട്ടത് CPM നേതാക്കളുടെ പോക്കറ്റിലേക്കാണ്. പല ബിനാമി പേരുകളിലും കോടിക്കണക്കിന് രൂപയുടെ വായ്പയാണ് കരിവന്നൂർ ബാങ്കിൽ നിന്നും നൽകിയത്. ഈ വായ്പകളിൽ പലതും കൊടുക്കാൻ നിർബന്ധിച്ചത് വ്യവസായ മന്ത്രി പി രാജീവാണെന്നായിരുന്നു കേസിലെ മുഖ്യപ്രതി സുനിൽ കുമാറിന്റെ മൊഴി. പി രാജീവ് മാത്രമല്ല, നേരത്തെ മന്ത്രിയായിരുന്ന AC മൊയ്തീൻ അടക്കമുള്ള ആളുകൾ, പാലുളി മുഹമ്മദ് കുട്ടി അടക്കമുള്ള ആളുകൾ പല വായ്പകളും നൽകാൻ ബാങ്കിന് മേൽ സമ്മർദ്ദം ചെലുത്തി. ജീവനക്കാരെ മുഴുവൻ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളും പാർട്ടിയുടെ രാഷ്ട്രീയ നേതാക്കളുമാണ് കരിവന്നൂരിന്റെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. ഒരു ബാങ്കിനെ എങ്ങനെയൊക്കെ കൊള്ളയടിക്കാമോ അങ്ങനെയൊക്കെ കൊള്ളയടിച്ച സംഭവമാണ് കരിവന്നൂർ എന്നായിരുന്നു സുനിൽ കുമാറിന്റെ മൊഴി. ബാങ്കിന്റെ ഭരണം CPM ആയിരുന്നു കൈയാളിയിരുന്നത്. പ്രാദേശികമായ CPM നേതൃത്വമായിരുന്നു ബാങ്കിന്റെ ഇടപാടുകളിൽ പ്രധാനമായും നടത്തിയിരുന്നത്. ബാങ്കിൽ 25ലധികം വ്യാജ അക്കൗണ്ടുകൾ, ബിനാമി അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. 17 CPMന്റെ 17 ഏരിയ കമ്മിറ്റികളുടെ പേരിലായിരുന്നു ഈ ബിനാമി അക്കൗണ്ടുകൾ. ഈ അക്കൗണ്ടുകളിലൂടെ മാത്രം 100 കോടി രൂപയുടെ ബിനാമി പണമാണ്, ഹവാല പണമാണ് ഒഴുകിയത്. ആ 100 കോടി രൂപയുടെ ഹവാല പണം വെളുപ്പിച്ചെടുക്കുകയായിരുന്നു ഈ 25 അക്കൗണ്ടുകൾ തുടങ്ങിയതിന് പിന്നിലെ ലക്ഷ്യം. ഇതിനൊക്കെ മൂകസാക്ഷിയായി നിൽക്കുകയായിരുന്നു ജീവനക്കാർക്ക് പ്രത്യേകിച്ച് ഒരു റോളും ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വം, പാർട്ടിയുടെ ഏരിയ നേതൃത്വമൊക്കെ പറയുന്ന കാര്യം നടപ്പാക്കുക മാത്രമായിരുന്നു ജീവനക്കാരുടെ ജോലിയെന്ന് സുനിൽകുമാർ പറയുന്നു. ഏറ്റവും ഒടുവിൽ തട്ടിപ്പ് പിടിക്കപ്പെട്ടപ്പോൾ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ജീവനക്കാരുടെ തലയിൽ വെച്ച് രക്ഷപ്പെടാനാണ് പാർട്ടി നേതൃത്വം ശ്രമിക്കുന്നത്. അത് അനുവദിച്ചുകൂടെന്നാണ് സുനിൽകുമാർ അടക്കമുള്ളവർ ഇപ്പോൾ ഇഡിക്ക് മൊഴി നൽകിയിരിക്കുന്നത്. ഇതിലെ യഥാർത്ഥ പ്രതികൾ പാർട്ടി നേതൃത്വം തന്നെയാണ്. ഇക്കാര്യത്തിൽ പാർട്ടി നേതൃത്വത്തിന് കൃത്യമായ പങ്കുണ്ട്. പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് കോടിക്കണക്കിന് രൂപയുടെ വ്യാജ വായ്പകൾ ബാങ്കിൽ നിന്നും അനുവദിച്ച് നൽകിയത്. 100 കോടി രൂപയുടെ ഹവാല പണം വെളുപ്പിച്ചെടുത്തത് പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വത്തിന്റെ പേരിലുള്ള അക്കൗണ്ടുകളിലൂടെയാണ്. ഈ പണത്തിന്റെ ഭൂരിഭാഗവും ചെന്നെത്തിയത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പോക്കറ്റിലേക്കാണെന്നുള്ള ഏറ്റവും ഗുരുതരമായ ആരോപണം കൂടിയാണ് സുനിൽകുമാർ ഉന്നയിക്കുന്നത്. ഒരു സംസ്ഥാന മന്ത്രിക്കെതിരെ അതിഗുരുതരമായ ആരോപണമടങ്ങിയ റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ചിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏതാനും ദിവസത്തിനുള്ളിൽ വ്യവസായ മന്ത്രി പി രാജീവിനെ ചോദ്യം ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ ഒരു അഴിമതി കേസിൽ വളരെ ഗൗരവമുള്ള ആരോപണം നേരിടുന്ന ഒരാളാണ് കേരളത്തിന്റെ വ്യവസായ മന്ത്രി കസേരയിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം സ്വർണ്ണക്കടത്തു കേസിൽ
വളരെ ഗുരുതരമായ ആരോപണം നേരിടുന്ന ഒരാൾ മുഖ്യമന്ത്രി കസേരയിലിരിക്കുമ്പോൾ ഇത് കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ ആരോപണ വിധേയനായ ഒരാൾക്ക് വ്യവസായ മന്ത്രി കസേരയിൽ ഇരിക്കാമെന്നുള്ളതാണ് CPM-ന്റെ ന്യായീകരണ ക്യാപ്സൂൾ. എന്തായാലും അതിസുന്ദരമായ ഭരണമാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കീഴിൽ നടക്കുന്നത്. ഒരു സഹകരണ ബാങ്കിനെ കൈക്കുള്ളിലാക്കിക്കൊണ്ട് എത്രമാത്രം തട്ടിപ്പ് നടത്താമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കരിവന്നൂരിലൂടെ CPM കാണിച്ചു തരുന്നത്. കരിവന്നൂർ ബാങ്ക് മാത്രമല്ല, CPM-ന്റെയും കോൺഗ്രസിന്റെയും ഭരണത്തിലുള്ള എത്രയോ ബാങ്കുകളിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും കൊള്ളരുതായ്മകളും ഹവാല പണ ഇടപാടുകളുമൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് കേരളത്തിലെ ജനങ്ങളുടെ പണമാണ്. അന്നുള്ള അന്നത്തിനുള്ള വക പോയിട്ട് വയറുമുറുക്കി ജനങ്ങൾ സമ്പാദിക്കുന്ന പണം. സഹകരണ ബാങ്ക് എന്ന് പറയുന്ന ജനങ്ങളുടെ ക്ഷേമത്തിന് പ്രവർത്തിക്കുന്ന ബാങ്കിലേക്ക് ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ നിക്ഷേപിച്ച് നാളേക്കായി സ്വപ്നങ്ങൾ നെയ്തെടുത്ത സാധാരണക്കാരന്റെ വയറ്റ് തടിച്ച ഒരു സർക്കാരാണിത്. കരിവന്നൂരിനെ പോലെയുള്ള വൻ കൊള്ള നടത്തിയിട്ടും സർക്കാർ പറഞ്ഞത് എന്താണ്? ജനങ്ങൾക്ക് പണം തിരികെ നൽകും, സർക്കാർ ഗ്യാരണ്ടി നിൽക്കും. എവിടെയാണ് ജനങ്ങൾക്ക് പണം തിരികെ നൽകിയത്? സർക്കാർ എവിടെയാണ് അവരുടെ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചത്? കരിവന്നൂരിൽ മാത്രമല്ല, പി രാജീവിനെതിരെ വേറെയും ആരോപണങ്ങളുണ്ടെന്ന് വി മുരളീധരൻ പറയുന്നു. സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ KSIDC ഗുരുതരമായ അന്വേഷണം നേരിടുകയാണ്. അതായത് കേന്ദ്ര ആദായനികുതി ട്രിബ്യൂണലിന്റെ പരിധിയിൽ വരുന്ന ഒരു കേസിൽ അന്വേഷണം നേരിടുന്ന ഒരു സ്ഥാപനമാണ് KSIDC. KSIDCക്ക് കൃത്യമായ നോട്ടീസ് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ നൽകിയിരുന്നു. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം നേരിടുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം. ആ പൊതുമേഖലാ സ്ഥാപനത്തിനെതിരെ കേന്ദ്രത്തിന്റെ അന്വേഷണം നടക്കുന്നു. ആ കാര്യത്തിൽ പോലും വ്യവസായ മന്ത്രി തന്റെ നിലപാട് വ്യക്തമാക്കുന്നില്ല. എന്തായാലും കേരളത്തിലെ സർക്കാരിന് ഒരു പൊൻതൂവൽ കൂടിയാണ് വ്യവസായ മന്ത്രിക്കെതിരെയുള്ള അന്വേഷണം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം CPM-ന്റെ ഭരണത്തിന് കീഴിലുള്ള കരിവന്നൂർ ബാങ്കിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയിൽ മന്ത്രിക്കും പങ്കുണ്ട് എന്ന് കണ്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ മന്ത്രി പി രാജീവിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഉണ്ടായിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏതാനും ദിവസത്തിനുള്ളിൽ വ്യവസായ മന്ത്രി പി രാജീവിനെ ചോദ്യം ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ ഒരു അഴിമതി കേസിൽ വളരെ ഗൗരവമുള്ള ആരോപണം നേരിടുന്ന ഒരാളാണ് കേരളത്തിന്റെ വ്യവസായ മന്ത്രി കസേരയിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം സ്വർണ്ണക്കടത്തു കേസിൽ വളരെ ഗുരുതരമായ ആരോപണം നേരിടുന്ന ഒരാൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ ഇത് കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ ആരോപണ വിധേയനായ ഒരാൾക്ക് വ്യവസായ മന്ത്രി കസേരയിൽ ഇരിക്കാമെന്നുള്ളതാണ് CPM-ന്റെ ന്യായീകരണ ക്യാപ്സൂൾ.